കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. അവർക്ക് ലഭിച്ച ശാപത്തിനെ പറ്റിയിട്ടാണ് ഈ 7-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഇവർക്ക് ഈ 3 ദേവിമാർക്കും എന്താണ് പറയുന്നതെന്ന് വെച്ചാലേ, ഇങ്ങനെ ഭഗവാൻ പറഞ്ഞ സമയത്ത് അവര് 3 പേരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പരസ്പരം ആശ്ലേഷിച്ചു. പിന്നീട് കണ്ണീർ വാർത്തുകൊണ്ട് സരസ്വതി ഭഗവാനോട് പറഞ്ഞു, പ്രഭു, പതി ഉപേക്ഷിച്ച പത്നിയുടെ ജീവിതം ദുസ്സഹം തന്നെ. ശാപമോക്ഷം ലഭിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം ഭൂമിയിൽ ഉപേക്ഷിക്കും. ആര് പറയുന്നത്? സരസ്വതി. പിന്നീട് ഗംഗ പറയാൻ തുടങ്ങി, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ ഉപേക്ഷിച്ചത്? ഞാൻ നിശ്ചയമായും എൻ്റെ ജീവൻ ത്യജിക്കും. ഒരു ദോഷവും ചെയ്യാതെ എന്നെ കൊന്ന പാപം അങ്ങ് അനുഭവിക്കേണ്ടി വരും. അങ്ങ് ജഗദ്ഗുരുവാണെങ്കിൽ എൻ്റെ മരണത്തിന് കാരണക്കാരനായി അങ്ങേക്ക് നരകത്തിൽ പോകേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ പത്മജാദേവി പറയുന്നു, സത്വഗുണപ്രധാനിയായ അങ്ങക്ക് കോപം വരാൻ എന്തെന്ന് കാരണം? സാത്വികന്മാർക്ക് ഭൂഷണം ക്ഷമയല്ലേ. ഞാൻ ഭാരതത്തിൽ നദിയായി ജനിക്കാൻ പോവുകയാണ്. എന്നാലോ എന്നിൽ സ്നാനം ചെയ്തവരുടെ പാപങ്ങൾ മുഴുവൻ എന്നിൽ ഏൽക്കുമ്പോൾ എനിക്കെങ്ങനെയാണ് ശാപമോക്ഷം കിട്ടുക? തുളസിയായും ധർമ്മധ്വജന്റെ മകളുമായി ജനിക്കുന്ന ഞാൻ എങ്ങനെയാണ് അവിടുത്തെ തൃക്കാൽക്കലെത്തുക? അത് പറഞ്ഞതാവുന്നു. ഞാൻ വൃക്ഷമായി തീർന്നോളാം, എന്നാൽ ഞാൻ എപ്പോഴാണ് അവിടുത്തെ സവിധത്തിൽ ഇനി വന്നു ചേരുക എന്ന് പറഞ്ഞു തരണം. ഇതാണ് പറയുന്നത്. സരസ്വതിയുടെ ശാപത്താൽ ഗംഗാദേവി ഭാരതത്തിൽ ഒഴുകുകയാണെങ്കിൽ പിന്നീട് എപ്പോഴാണ് അങ്ങയുടെ സമീപം എത്തുക? അതേപോലെ ഗംഗയുടെ ശാപത്താൽ സരസ്വതിക്കും എന്നാണ് ശാപമോക്ഷം കിട്ടുക? അവിടുത്തെ കാലത്തല്ല സേവിക്കാൻ സാധിക്കുക എന്നാണ്. വാണീദേവി ബ്രഹ്മാവിന്റെ അടുത്തേക്കും ഗംഗ ശിവന്റെ അടുത്തേക്കും പോവാനല്ലേ അങ്ങ് പറഞ്ഞത്? ആ തീരുമാനം മാറ്റണേ എന്ന് പറഞ്ഞ് പത്മജാദേവി പൊട്ടിക്കരഞ്ഞു. മഹാലക്ഷ്മി ഭഗവാന്റെ അമ്മയെ മാറോടണച്ച് ഇപ്രകാരം പറഞ്ഞു, മഹാലക്ഷ്മി, ഞാൻ നിന്റെ വാക്കും എൻ്റെ വാക്ക് സത്യമാക്കാം. സരസ്വതി പുണ്യനദിയായി ഭൂമിയിൽ ഒഴുകട്ടെ. അർദ്ധാംശം ബ്രഹ്മദേവന്റെ ഗൃഹത്തിലും പൂർണ്ണാംശം എൻ്റെ ഗൃഹമായ വൈകുണ്ഠത്തിലും ആഴട്ടെ. ഗംഗാനദിയെ ഭഗീരഥൻ ഭാരതത്തെ ശുദ്ധീകരിക്കാനായി ഭൂമിയിലേക്ക് കൊണ്ടുപോകും. പൂർണ്ണാംശമായി ഇവിടെ തന്നെ വാഴുകയും ചെയ്യും. ചന്ദ്രകലാചൂടന്റെ മൗലിയിലിരുന്ന് ആ ദേവി കൂടുതൽ പരിശുദ്ധിയാവുകയും ചെയ്യും. ഗംഗ, പത്മജേ, നീ കലാംശം കൊണ്ട് പത്മാവതി നദിയായും ഭാരതത്തിൽ തുളസി വൃക്ഷമായും ജനിക്കുക. കലിവർഷം അവസാനിക്കുമ്പോൾ നട്ടോ ഇവർക്ക് ശാപമോക്ഷം കിട്ടല്. ഓ, കലിവർഷം എപ്പോ അവസാനിക്കുക? തുടങ്ങിയിട്ട് കൂടിയില്ല. എന്റെ ഭക്തന്മാർ ആ പുണ്യനദിയിൽ സ്നാനം ചെയ്യുമ്പോൾ അവർക്ക് പാപമുക്തി ലഭിക്കുന്നതോടൊപ്പം നിങ്ങൾക്കും പാപമുക്തി ലഭിക്കും. ഭാരതത്തിലൊട്ട് അനവധി പുണ്യനദികളുണ്ട്. അതിൽ സ്നാനം ചെയ്യുന്ന ഭക്തന്മാരൊക്കെ പുണ്യവാന്മാരായിട്ടുമുണ്ട്. ആ തീർത്ഥങ്ങളൊക്കെ പുണ്യതീർത്ഥങ്ങൾ തന്നെയാണ്. എത്ര തന്നെ പാപം ചെയ്തവരും ഏകാദശി തുടങ്ങിയ വ്രതങ്ങൾ നോൽക്കാത്തവരും ഈ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തവരെ സ്പർശിക്കുകയോ ചെയ്താൽ അവരുടെ പാപങ്ങളൊക്കെ നശിക്കും. ഭഗവാന്റെ വാക്ക് കേട്ടപ്പോൾ മഹാലക്ഷ്മി ചോദിച്ചു, ഭഗവാൻ, ആരെ കണ്ടാലാണോ മഹാപാപികളും ഭക്തിയില്ലാത്തവരുമായ ജനങ്ങൾ ശുദ്ധരാവുന്നത്? ഏത് തരത്തിലുള്ള ആൾക്കാരാണ് സ്നാനം ചെയ്താലാണോ നദികൾ പവിത്രമാകുന്നത്? അങ്ങനെയുള്ള ഭക്തന്മാരുടെ ലക്ഷണങ്ങൾ പറഞ്ഞു തരണേ. അപ്രകാരമുള്ള വിഷ്ണു ഭക്തന്മാരുടെ സ്പർശനം തന്നെ ഭാഗ്യം കൊണ്ടേ ലഭിക്കുകയുള്ളൂ. സജ്ജന സംഗമം തന്നെയാണ് ഏറ്റവും പരിശുദ്ധമായ തീർത്ഥസ്നാനം എന്ന് പറഞ്ഞു. അതിനേക്കാളും വലിയൊരു തീർത്ഥമില്ല. സജ്ജന സംഗമത്തോളം വലുതായിട്ട് വേറൊരു തീർത്ഥമില്ല എന്ന് പറയുന്നു. ലക്ഷ്മിയുടെ വാക്കുകൾ കേട്ടപ്പോൾ രമാകാന്തൻ വളരെ ഭൂപ്യ സ്വഭാവമുള്ള തത്വം ഉപദേശിക്കാൻ തുടങ്ങി. ഭക്തന്മാരുടെ ലക്ഷണം പുരാണങ്ങളിലും ശ്രുതികളിലും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവരോടും പറയുവാൻ പാടില്ല. നീ വളരെ ശുദ്ധയായതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. ഗുരുമുഖത്തുനിന്ന് വിഷ്ണു മന്ത്രം ആര് കേൾക്കുന്നുവോ അവൻ ഉത്തമ പുരുഷനാണെന്ന് വേദം പറയുന്നു. അവന്റെ ജനനം കൊണ്ട് 100 തലമുറ മുമ്പുള്ള പിതൃക്കൾ മുക്തരാവുന്നു. ഏത് ജീവിയായിക്കൊള്ളട്ടെ, അവൻ അവസാനം ഹരിപദം പ്രാപിക്കുകയും ചെയ്യും. എന്റെ കഥാശ്രവണത്തിൽ ശ്രദ്ധയുള്ളവരുടെ ഹൃദയം പുളകം കൊണ്ട് നിർവൃതി അടയും. അവർക്ക് പുരുഷാർത്ഥങ്ങളൊന്നും വേണ്ട. അവൻ എൻ്റെ പരിചര്യ മാത്രം മതി. അവൻ ഇന്ദ്രപട്ടമോ സ്വർഗപ്രാപ്തിയോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എന്റെ കീർത്തനങ്ങളും പാടി അവൻ ഭക്തിയിൽ ലയിച്ച് അങ്ങനെ ഒരു സംഗമവും ഇല്ലാതെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ അങ്ങനെയുള്ള ഭക്തന്മാർ ദുർലഭമാണ് രമേ. ഭക്തന്മാരുടെ ലക്ഷണങ്ങൾ ഞാൻ വിവരിച്ചു തന്നില്ലേ?
ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് ദേവിമാരും അവിടെ നിന്ന് പോയി. ഭഗവാൻ വിഷ്ണു വൈകുണ്ഠത്തിൽ സൗഖ്യമായി വാണു എന്ന് പറയണം. ഗംഗയുടെ ശാപത്താൽ വാണി ദേവി ഭാരതത്തിൽ സരസ്വതീ നദിയായി ഭക്തന്മാരെ അനുഗ്രഹിച്ചു. പൂർണ്ണാംശമായി വൈകുണ്ഠത്തിലും വാണു. ഭാരതത്തിൽ കൂടി ഒഴുകുന്നത് കൊണ്ട് ഭാരതി എന്നും, ബ്രഹ്മാവിന്റെ പത്നിയായതുകൊണ്ട് ബ്രാഹ്മിണി എന്നും പേര് സിദ്ധിച്ചു. അവർക്ക് കാക്കിന്റെ അധിഷ്ഠാന ദേവതയായതുകൊണ്ട് സരസ്വതി എന്ന നാമവും ലഭിച്ചു. ഭഗവാന് സരസ്വാൻ എന്നൊരു പേരുണ്ട്, അതുകൊണ്ടും ദേവിക്ക് സരസ്വതി എന്ന പേര് അന്വർത്ഥമായി. ആ ദേവി സരസ്വതി തീർത്ഥത്തിൽ സ്നാനം ചെയ്യുന്നവരുടെ പാപങ്ങളെ ദഹിപ്പിക്കുന്നതിനു വേണ്ടി ജ്വലിക്കുന്ന അഗ്നിയായി സഞ്ചരിക്കുന്നു. ഭഗീരഥൻ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതിനാൽ ഗംഗയ്ക്ക് ഭാഗീരഥി എന്ന പേര് സിദ്ധിച്ചു. ഭൂമിയുടെ പ്രാർത്ഥന പ്രകാരം ഗംഗയുടെ അതിവേഗത്തെ തടഞ്ഞു നിർത്താൻ ശിവഭഗവാൻ ഗംഗയെ മൗലിയിൽ ധരിച്ചു. വാണീദേവിയുടെ ശാപത്താൽ പത്മജ ഹരിയുടെ കൂടെയും കലാംശമായി ഭാരതത്തിൽ തുളസിയായും ധർമ്മധ്വജന്റെ മകളായും ജനിച്ചു. 5000 വർഷം അവർ ഇവിടെ ഇപ്രകാരം കഴിയും. പിന്നീട് നദീരൂപം മാറി ആ ദേവിമാർ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. ഹരിയുടെ ആജ്ഞ അനുസരിച്ച് വൃന്ദാവനത്തിലെയും കാശിയിലെയും തീർത്ഥങ്ങൾ ഒഴിച്ച് മറ്റെല്ലാ തീർത്ഥങ്ങളും ആ ദേവിമാരോടുകൂടി വൈകുണ്ഠത്തിലേക്ക് പോകും. സജ്ജനങ്ങള് ശംഖം, പുരാണം, വേദം, വേദകർമ്മങ്ങൾ, ജഗന്നാഥൻ, ശക്തി, സാളഗ്രാമം, ശ്രാദ്ധം, തർപ്പണം ഇവയൊക്കെ വൈകുണ്ഠത്തിലേക്ക് പോകും. ഇതിനൊന്നും ഉണ്ടാവില്ല നാട്ടില്, ഈ ഭൂമിയിൽ. ഇതൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഭാരതത്തിൽ അധർമ്മവും അരാജകത്വവും നടമാടും. പുരുഷന്മാർ സ്ത്രീകൾക്ക് അടിമകളാകും. ഇപ്പൊ തന്നെ ആയി. തുളസിയില്ലാതെ പൂജകൾ നടക്കും. വർണ്ണാശ്രമാചാരങ്ങൾ പാലിക്കാതിരിക്കും. സ്വന്തം ശാസ്ത്രങ്ങൾ പഠിക്കാതെ മറ്റുള്ളവരുടെ ശാസ്ത്രങ്ങൾ പഠിക്കാൻ ശ്രമിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെ തുടങ്ങി. ഭൂമിയിൽ സത്യത്തിന് സ്ഥാനമില്ലാതെയാവും. അത് ശരിയായി. അതുകൊണ്ട് തന്നെ ധനധാന്യ സമൃദ്ധി നഷ്ടമാകും. നദീതടങ്ങൾ വെള്ളമില്ലാതെ ആയിത്തീരും. സത്യം തന്നെ അത്. ഭക്തന്മാർ നാസ്തികന്മാരായി തീരും. ജനങ്ങൾ അല്പായുസുകളാകും. ജരാനരകൾ ബാധിച്ചവരുമായിത്തീരും. ശരി തന്നെ. സ്ത്രീകളുടെ പാതിവ്രത്യം നഷ്ടപ്പെടും. ബ്രഹ്മസ്വമായും ദേവസ്വമായുമുള്ള സ്വത്തുക്കൾ അപഹരിക്കും. പുരുഷന്മാരും സ്ത്രീകളും അഗമ്യരായവരെ പ്രാപിക്കും. അതായത് പ്രാപിക്കാൻ പാടില്ലാത്തവരെ പ്രാപിക്കുന്ന ജനങ്ങൾ പഞ്ചയത്നങ്ങൾ ചെയ്യുകയില്ല. സ്ത്രീപുരുഷ ഭേദമില്ലാതെ ജനങ്ങൾ ഭോഗലാലസരായിത്തീരും. ഇന്നെ അങ്ങനെ ആയിപ്പം കാണുമ്പന് വെറുപ്പാണ്. ബ്രാഹ്മണർ യജ്ഞോപവിധം ധരിക്കുകയില്ല. ശൗചാചമനങ്ങൾ ഇല്ലാതാകും. കലികാലത്തെല്ലാം വിപരീതമായി വന്നു ഭവിക്കും. 4 വർണ്ണങ്ങളിലുള്ളവരും ധനാഗ്രഹികളായി ഭാര്യയും പുത്രിമാരെയും വിൽപ്പനയ്ക്ക് ശ്രമിക്കും കേട്ടോ. ഈ കാലത്താണ് വിഷ്ണുയശസ് എന്ന ബ്രാഹ്മണന്റെ മകനായി കൽക്കി അവതരിക്കുക. ബലവാനായ കൽക്കി കുതിരപ്പുറത്തുകര തന്റെ വാൾ കൊണ്ട് മ്ലേച്ഛന്മാരെ 3 ദിവസം കൊണ്ട് നിഗ്രഹിക്കും. എന്നിട്ട് അറിയുകയും ചെയ്യും. അത്രയില്ല, കുറെ കാലമൊന്നുമില്ല. ആ സമയത്ത് ഭൂമിയിൽ അരാജകത്വം ഉണ്ടാവും. ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാവും. ധര ശത്രുക്കൾക്ക് അധീനമാകും. ഈ സമയത്ത് 6 ദിവസം കഠിനമായി മഴ പെയ്ത് ഗൃഹങ്ങളും മരങ്ങളും മനുഷ്യരും എല്ലാം ആ പ്രളയത്തിൽ നശിക്കും. നാരദ, പിന്നീട് 12 ആദിത്യന്മാർ ഉദിക്കും. അവരുടെ ചൂടുകൊണ്ട് ഭൂമി വരണ്ടു പോകും. പറയാനില്ലല്ലോ, ഇപ്പൊ ഒരാദിത്യന്റെ ചൂട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം കൃതയുഗം. അപ്പോൾ ജനങ്ങൾ തപസ് ചെയ്ത് ധർമ്മം നിലനിർത്തും. രാജാക്കന്മാരും ക്ഷത്രിയരും ധർമ്മത്തിൽ ചരിക്കുകയും ചെയ്യും. സ്ത്രീകൾ പതിവ്രതകളാകും. കൃതയുഗത്തിൽ അധർമ്മം പറഞ്ഞ സംഭവം ഉണ്ടാവുകയില്ല. ത്രേതായുഗത്തിൽ ധർമ്മത്തിന് 3 പാദങ്ങൾ ഉണ്ടായിരിക്കും. ദ്വാപരയുഗത്തിൽ ധർമ്മത്തിന് 2 പാതയുണ്ടാവും, 2 കാല്. കലിയുഗത്തിലോ 1 പാദം, 1 കാല് ആയിരിക്കും ഉണ്ടാവുക. പിന്നീട് ധർമ്മം കുറഞ്ഞുകൊണ്ടേയിരിക്കും. 1 കാലം കൊണ്ട് എങ്ങനെ സഞ്ചരിക്കുക? ഒരാഴ്ചയിൽ 7 ദിവസങ്ങൾ, 16 തിഥികൾ, മാസങ്ങൾ 12, ഋതുക്കൾ 6, പക്ഷങ്ങൾ 2, അയനങ്ങൾ 2, 4 യാമങ്ങൾ കൂടിയതൊരു പകല്, 4 യാമങ്ങൾ കൂടിയതൊരു രാത്രി. 30 ദിവസം കൂടിയാൽ 1 മാസമായി. കാലസംഖ്യാ വിധിപ്രകാരം വർഷങ്ങൾ 5 സംവത്സരം, പരിവത്സരം, ഇടാവത്സരം, അനുവത്സരം, യുദ്വത്സരം. മനുഷ്യർക്ക് 1 വർഷം തികയുമ്പോൾ ദേവന്മാർക്ക് 1 രാപ്പകൽ കഴിയും. മനുഷ്യർക്ക് 360 യുഗം കഴിയുമ്പോൾ ദേവന്മാർക്ക് 1 യുഗം കഴിയും. 71
ദേവയുഗം കഴിയുമ്പോൾ ഒരു മന്വന്തരം, ഒരു മന്വന്തരം ദേവേന്ദ്രന്റെ ആയുസ്. അപ്രകാരം 28 ഇന്ദ്രന്മാരുടെ കാലമാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം. അങ്ങനെ 108 വർഷം കഴിയുമ്പോൾ ബ്രഹ്മാവ് നശിക്കും. അപ്പോൾ പ്രളയമുണ്ടായ ഭൂമി അപ്രത്യക്ഷമാകും. വിശ്വവും ദേവന്മാരും ചിതാത്മാവിൽ ലയിക്കും. ഇതിനെയാണ് പ്രാകൃത പ്രളയം എന്ന് പറയുന്നത്. അപ്പോൾ ദേവിക്കൊരു നിമിഷമേ ആകുന്നുള്ളൂ അത്രേ. പ്രകാരം ബ്രഹ്മാണ്ടം മുഴുവൻ നശിക്കുന്നു. നാരദാ, നിമിഷത്തിനുള്ളിൽ സൃഷ്ടി നടക്കുന്നു. പ്രകാരം വരികയും പോവുകയും ചെയ്യുന്ന കൽപ്പങ്ങളെപ്പറ്റി ആർക്കറിയുവാൻ സാധിക്കും? ആർക്കും അറിയുവാൻ സാധിക്കില്ല. ഓരോ ബ്രഹ്മാണ്ടം ഉണ്ടാകുമ്പോഴും ബ്രഹ്മദേവനും മാറും. സർവ ബ്രഹ്മാണ്ടങ്ങൾക്കും ഈശ്വരൻ സച്ചിദാനന്ദ സ്വരൂപായ വിരാട്ടാണ് കേട്ടോ. അത് മനസ്സിലാക്കുക. പരമാത്മാവ് മൂലപ്രകൃതി ഒന്ന് തന്നെയാണ്, രണ്ടും ഭേദമില്ല. ആ മൂലപ്രകൃതിയുടെ സാന്നിധ്യത്തിൽ എന്താവുന്നു? ശ്രീകൃഷ്ണൻ അർദ്ധനാരീശ്വര ഭാവത്തിൽ ജനിച്ചു. ആ കൃഷ്ണൻ തന്നെ ദ്വിഭുജനായും ചതുർഭുജനായും മാറി. ചതുർഭുജൻ വൈകുണ്ഠത്തിലും ദ്വിഭുജൻ ഗോലോകത്ത് സ്ഥിതി ചെയ്യുന്നു. വൈകുണ്ഠത്തിൽ ഭഗവാനെക്കാളും ചൈതന്യം ശക്തിയും ഒക്കെ ഗോലോകത്തിലുള്ള ഭഗവാനാണെന്ന് പറയുന്നത്. ബ്രഹ്മാവ് മുതൽ എല്ലാവരും മൂലപ്രകൃതിയിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ നശ്വരങ്ങളുമാണ്. പ്രകാരം സൃഷ്ടിക്ക് കാരണഭൂതമായ ബ്രഹ്മം നിത്യമാണ്, സനാതനമാണ്. ബ്രഹ്മം പ്രകൃതിക്ക് അതീതനാണ്. പരമാത്മജ്ഞാനമുള്ളത് കൊണ്ടാണ് ശിവഭഗവാൻ മൃത്യുഞ്ജയനും സംഹർത്താവായി ഭവിച്ചതും. ഭഗവാൻ വിഷ്ണു സർവേശ്വരനും ശ്രീയോടുകൂടിയിരിക്കുന്നതും ആ പരമാത്മാവിലുള്ള ഭക്തി കൊണ്ടും അദ്ദേഹത്തെ സേവിച്ചത് കൊണ്ടുമാണ്. പരമാത്മജ്ഞാനം ഉണ്ടായത് കൊണ്ടാണ് പത്മസംഭവന് ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞത്. ശ്രീദേവി പറഞ്ഞോളൂ. മൂലപ്രകൃതിയും ഈശ്വരിയുമായിരിക്കുന്നത് ആ പരമാത്മാവിനെ ഭജിച്ചത് കൊണ്ടാണ്. ആര്? ശ്രീദേവി. ദേവമാതാവ് സാവിത്രി വേദങ്ങളുടെ അധിഷ്ഠാന ദേവതയായി തീർന്നത് ആ പരമാത്മാവിനെ മനസ്സിലാക്കുകയും സേവിക്കുകയും ചെയ്തത് കൊണ്ടാണ് കേട്ടോ. ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. സർവസമ്പത്പ്രദായനിയ ലക്ഷ്മീദേവി ആ പരമാത്മാവിനെ ഭജിച്ചത് കൊണ്ടാണ് സർവരാലും വന്ദിക്കപ്പെട്ടവളായത്. സർവരുടെയും ദുഃഖത്തെ നശിപ്പിക്കുന്ന ദുർഗാദേവി ആ പരമാത്മാവിനെ തപസ് ചെയ്തത് കൊണ്ടാണ് സർവരാലും സ്തുതിക്കപ്പെട്ടവളായത്. കൃഷ്ണന്റെ വാമാർത്ഥയായി ഉണ്ടായ രാധികാദേവി കൃഷ്ണന്റെ ഹൃദയേശ്വരിയായത് ആ പരമാത്മ സ്വരൂപത്തെ ഭജിച്ചത് കൊണ്ടാണ്. ആ ദേവി പണ്ട് ശതശൃംഗ പർവ്വതത്തിൽ ഭർത്തൃലാഭത്തിന് 1000 വർഷം തപസ് ചെയ്തു. ആ ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രമായപ്പോൾ 1000 വർഷം പാത്രമായപ്പോൾ രാധയെ ഭഗവാൻ കാണുകയും ചെയ്തു. മാറോട് ചേർത്ത് വക്ഷത്തിൽ സ്ഥാനം കൊടുക്കുകയും ചെയ്തു. ആ ദേവിയെ ഭഗവാൻ എന്നും വന്ദിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നു. രാധാദേവിനെ ഭഗവാൻ പറഞ്ഞു, നീ എൻ്റെ ഭക്തിമാരിൽ ശ്രേഷ്ഠയാണ്. നീ എൻ്റെ ഭക്തിയായി എപ്പോഴും കൂടെ വസിക്കുക രാധികാരായി. രാധികാദേവിയെ ഭഗവാൻ സപത്നീരഹിതയാക്കി പ്രാണപ്രേയസിയാക്കി തന്നോട് ചേർത്തു. രാധികേനെ കഴിച്ചിട്ടേ ഭഗവാന് വേറെ ആരും ഉള്ളൂ എന്നർത്ഥം. മറ്റ് ദേവിമാരൊക്കെ ശക്തിയെ തപസ് ചെയ്ത് പൂജനീയയായി മേരുവിൽ 1000 വർഷം ജഗദംബികയെ തപസ് ചെയ്ത് ദുർഗാദേവി എല്ലാവരാലും പൂജിക്കപ്പെട്ടവളായി. സരസ്വതീ ദേവി ഗന്ധമാദന പർവ്വതത്തിൽ 1,00,000 വത്സരം തപസ് ചെയ്ത് സർവരാലും വന്ദിക്കപ്പെട്ടവളായി. ലക്ഷ്മീദേവി 100 ദിവ്യയുഗം പുഷ്കരത്തിൽ വെച്ച് ദേവിയെ സേവിച്ച് സർവസമ്പത് പ്രദാത്രിയായി. സാവിത്രി ദേവി 60,000 വർഷം മലയപർവ്വതത്തിൽ തപസ് ചെയ്ത് സംപൂജ്യയായി. മഹാദേവൻ 10 മന്വന്തരം ദേവി മന്ത്രത്തെ ജപിച്ച് തപസ് ചെയ്തു. ബ്രഹ്മാവും 100 മന്വന്തരം ശക്തി ഉപാസിച്ചു. അതേപോലെ വിഷ്ണുവും 100 മന്വന്തരം ദേവിയെ ധ്യാനിച്ച് ലോകരക്ഷകനായി. കൃഷ്ണനും 10 മന്വന്തരം ദേവിയെ ഉപാസിച്ച് ഗോലോകത്തിൽ സന്തോഷത്തോടെ വാഴുന്നു. 10 മന്വന്തരം ധർമ്മനും ദേവിയെ ഭക്തിയോട് ഉപാസിച്ച് സർവരാലും പൂജ്യനായി. ഇപ്രകാരം ദേവീദേവന്മാരും മനുക്കളും ദേവിയെ ഭക്തിയോട് ഉപാസിച്ചതിനാൽ എല്ലാവരാലും വന്ദിക്കപ്പെട്ടവരായി. നാരദ, ഞാൻ എൻ്റെ ഗുരുനാഥൻ അരുളി ചെയ്തു തന്ന മാതിരി സർവപുരാണങ്ങളും വേദത്തിൽ പറഞ്ഞ മാതിരി പറഞ്ഞു തന്നു. എനിക്ക് ഇത്രേ അറിയില്ല, അത് ഞാൻ പറഞ്ഞു തന്നു. ഇനി ഭൂമിയുടെ ശക്തി രൂപത്തിലുള്ള ആവിർഭാവമാണ് നമുക്ക് നാളെ പറയാം. അത് നാളെ പറയാനുള്ളതാണ്. ഇന്ന് ഭാഗം ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചു.
കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.